welcome back to our channel. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? എല്ലാവരും ഒന്നും പേടിക്കണ്ടായിട്ട് നമുക്ക് എന്തായാലും നമ്മൾ ഈ COVID-19 നമ്മൾ എല്ലാവരും ഒരുമിച്ച് തന്നെ അതിജീവിച്ച് സുഖസുന്ദരമായിട്ട് ജീവിക്കും. അപ്പോൾ ഇപ്പം എല്ലാവരും വീട്ടിൽ ഇരുന്ന് ഭയങ്കര പേടിച്ചും ടെൻഷനടിച്ചും ബോറടിച്ചിരിക്കുകയായിരിക്കും. കാരണം നമുക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മൾ മാക്സിമം വീട്ടിൽ തന്നെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ ഈ TV കണ്ടും ന്യൂസ് കണ്ടും എപ്പോഴും പേടിച്ചും പിന്നെ യൂട്യൂബൊക്കെ നോക്കിയിരിക്കുമ്പോൾ നമുക്ക് ബോറിംഗ് ആണ്. ആക്ച്വലി നമ്മൾ കുറേ നേരം നമുക്കിത് പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്കിത് മാറി ചിന്തിക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് ബുക്സ് വായിക്കുക, ന്യൂസ് പേപ്പർ വായിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ്സ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക വീട്ടിലിരുന്നിട്ട്. അതൊക്കെയാണ് ടൈം പാസിനായിട്ട് നല്ല ഐഡിയാസ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഡ്രീം ക്യാച്ചേഴ്സ് ഇല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം ഡ്രീം ക്യാച്ചേഴ്സ് എന്തിട്ടാണ്. അപ്പോൾ അത് നമുക്കൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കാം. റെഡിമെയ്ഡ് മേടിക്കുന്നേക്കാളും നമ്മൾ നമ്മുടെ ഡ്രീംസ് ഇങ്ങനെ തുന്നിക്കുട്ടി നമ്മളത് ഉണ്ടാക്കി കഴിയുമ്പോൾ എന്ത് രസമാണ്. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എനിക്കിത് വാങ്ങിക്കുമ്പോൾ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഉണ്ടാക്കാനായിട്ട്. കുറേ നാളെ വീട്ടിൽ ഇത് വെച്ചേക്കാം ഇതിൻ്റെ ഐറ്റംസ്. പിന്നെ എനിക്ക് തോന്നി എന്തായാലും ഉണ്ടാക്കാം, അത്ര ആഗ്രഹിച്ച് വാങ്ങിച്ചതല്ലേ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കി. എനിക്കിത് വളരെ ഈസി ആണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കാമല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഈ കുഞ്ഞു വീഡിയോ എടുക്കുന്നത് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് ഡയറക്റ്റ് കിടക്കാം. നമുക്ക് ഡ്രീം ക്യാച്ച് ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. അപ്പോൾ നമുക്കൊരു സിസേഴ്സ് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഫെദേഴ്സ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷനുള്ള കളേഴ്സ് മേടിക്കാം. ഇതിപ്പോൾ ഞാൻ ഗ്രീനും ബ്ലൂവും പിന്നെ വലിയ ഫെദേഴ്സ് ഉണ്ട്, അത് ഞാൻ കുറച്ച് മേടിച്ചിട്ടുണ്ട്. റെഡും ബ്ലൂ ആണത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നതാണ് ഒരു ഫെവിക്വിക്ക്. ഇതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മേടിക്കും. ഫെവിക്വിക്ക് ഞാൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് ആവശ്യമായിട്ട് വരുന്നതാണ് റിങ്സ്. ഇത് പല ഷേപ്പിൽ കിട്ടും. ഇതിൻ്റെ വലുതും മേടിക്കുക, പിന്നെ കുഞ്ഞിത് കുറച്ച് മേടിക്കാം. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നതാണ് ഓഫ്കോഴ്സ് ത്രെഡ്സ്. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കുക. ഞാൻ കുറേ കളേഴ്സ് മേടിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരു കളർ ഓറിയൻറ്റഡ് ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. പല കളേഴ്സ് കൂട്ടിയിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ത്രെഡ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നതാണ് ബീഡ്സ്. അതായത് മാലയില്ലേ, മുത്തുമാല, അതിൻ്റെ ബീഡ്സ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു ഗ്രീൻ എടുത്തിട്ടുണ്ട്, പിന്നെ റോസ് എടുത്തിട്ടുണ്ട്, പിന്നെ എടുത്തേക്കുന്നതാണ് വൈറ്റ് കളറ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വന്നത് എന്താണെന്ന് പറയാം, ഞാനിവിടെ ഉണ്ടാക്കുന്ന ഈ ഡ്രീം ക്യാച്ചർ ഒരു LED ആണ് ഉണ്ടാക്കുന്നത്. അതായത് അതിന് ലൈറ്റ് വെച്ച് കൊടുക്കും. സോ ഞാനൊരു LED മേടിച്ചിട്ടുണ്ട്. ഇതിന് 80 റുപ്പീസേ വരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഈ ത്രെഡുകൾക്ക് പല റേറ്റാണ്. 4 രൂപ, 7 രൂപ, അങ്ങനെ പല റേഞ്ചിൽ വരുന്നുണ്ട്. ഈ ഫെദേഴ്സിനും പല റേറ്റാണ്. ഇതിന് 40 രൂപയാണ് ഈ ഒരു പാക്കറ്റിന് വരുന്നത്. ഈ ഒരു പാക്കറ്റിന് 40 രൂപയാണ്. പിന്നെ ഫെവിക്വിക്കിന് അധികം വില വരുന്നില്ല. ഇത് 10 രൂപയുടെ ഒരു ഫെവിക്വിക്കാണ്. പിന്നെ ഈ ത്രെഡിന് ഈ ബീഡ്സിനൊക്കെ വരുന്നത് 10-15 രൂപയൊക്കെ. ഇതിനും അധികം റേറ്റ് ഒന്നും വരുന്നില്ല. പിന്നെ ഈ ഫെദേഴ്സിനാണ് കുറച്ച് റേറ്റ് വരുന്നത്. ഓണത്തിന് 15-10 രൂപയാണ് ഉണ്ടാവുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് കിടക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു കുഞ്ഞൊരു റിങ്ങിലാണ് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ ഈ റിങ് എടുത്തേക്കാണ്. റിങ് എടുത്തിട്ട് ഞാൻ ചെയ്യുന്ന എൻ്റെ ടെക്നിക്സ് ആണ് കേട്ടോ നിങ്ങളെ. നമുക്ക് ആവശ്യമായിട്ട് വരുന്നതാണ് ഒരു സൂചി. നമുക്കിത് നൂൽ തുന്നാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു കുഞ്ഞ് റിങ് എടുക്കാം. ഞാൻ ഈ റിങ് എടുത്തു. എന്നിട്ട് ഈ റിങ്ങിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ഞാനിവിടെ എടുക്കുന്നത് ഈ ഒരു ഓറഞ്ച് കളർ ഞാനിപ്പോൾ എടുക്കുന്നത്. എന്നിട്ട് ഇതിൽ നിന്ന് എടുക്കാം. കുറച്ച് നൂല് നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുക്കാം. നിങ്ങളുടെ റിങ് എങ്ങനെയാണോ അതിനനുസരിച്ച് വലുപ്പം നോക്കി എടുക്കാം കേട്ടോ. ഞാൻ ഇത്ര എടുക്കുന്നുണ്ട്. ഞാനിത് വെച്ച് കട്ട് ചെയ്തെടുക്കാണ്. എന്നിട്ട് ഇത് ഈ റിങ് എടുത്തിട്ട് ഈ ഒരു നൂലില്ലേ ഇതിങ്ങനെ കെട്ടി കൊടുക്കാം. നന്നായിട്ട് മുറുക്കി കെട്ടി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഫെവിക്വിക്ക് എടുക്കാം. ഫെവിക്വിക്ക് എടുത്തിട്ട് ഈ ഫെവിക്വിക്ക് തുറന്ന് വളരെ കുറച്ച് ഫെവിക്വിക്ക് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ നൂലിവിടെ ഫിക്സ് ചെയ്യാനാണ് നമുക്ക്. ഇതിവിടെ ഫിക്സ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇതിങ്ങനെ റൗണ്ടിൽ ഇതിന് ഇങ്ങനെ ചുറ്റും എടുക്കാം. എന്നിട്ട് ഇത് ഇങ്ങനെ റൗണ്ടിൽ അടുപ്പിച്ച്
ഈ നൂലിങ്ങനെ കറക്കി കറക്കി ഈ റിങ്ങിന് ചുറ്റും ആക്കാം. ഒരു ഗ്യാപ്പ് പോലെ ഇടാണ്ടാക്കിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് മൊത്തം റൗണ്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ലാസ്റ്റ് എത്തുമ്പോൾ ഇത് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുക എക്സ്ട്രാ ഉണ്ടെങ്കിൽ. എന്നിട്ട് ഈ ഗം എടുത്തിട്ട് ഇതാക്കി കൊടുക്കാം. ഇതുപോലെ നമ്മൾ റിങ് ആക്കി. നമ്മൾ ഇതുപോലെ റിങ് ആക്കിയതിന് ശേഷം ഞാൻ ഈ ഒരു പേപ്പറിൽ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കെച്ച് എടുത്തിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഒരു റൗണ്ട് ഇതിൽ വരയ്ക്കുകയാണ്. ഞാൻ ഭയങ്കര മാത്തമാറ്റീഷ്യൻ ഒന്നല്ല കേട്ടോ. എൻ്റെ ഐഡിയ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇങ്ങനെ റൗണ്ട് വരച്ചു. നിങ്ങൾക്കിത് ഈക്വൽ പാർട്സ് ആക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. എന്നിട്ട് ഞാനിത് കണ്ടില്ല ഞാൻ വരയ്ക്കുന്നത്. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ ഫുൾ ഒരു സ്കെയിലിൻ്റെ ഇത് ഇങ്ങനെ ഉള്ളിലേക്ക് വരച്ചു. ഇപ്പം ഇങ്ങനെ രണ്ടെണ്ണമായി. ഇതുപോലെ തന്നെ ഈ ഒരു അറ്റത്തും വെച്ചിട്ട് ഞാൻ വരയ്ക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു അറ്റത്തും വെച്ചിട്ട് ഞാൻ വരച്ചു. ഇതിൻ്റെ മിഡിലിൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് വരയ്ക്കുകയാണ്. അങ്ങനെ എനിക്ക് ഈ മിഡിൽ കണ്ടുപിടിച്ചു. മിഡിൽ കണ്ടുപിടിച്ചിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകണേന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ വെച്ചിട്ട് ഇവിടെ ഒരു മാർക്ക് കൊടുക്കാണ്, ഇവിടെ ഒരു മാർക്ക് കൊടുക്കാണ്. അതുപോലെ തന്നെ ഈ ഒരു മിഡിൽ വെച്ചിട്ട് ഇവിടെ ഒരു മാർക്ക്, ഒരു മാർക്ക്. സോ മൊത്തം 4 മാർക്കായി. 1 2 3 4 മാർക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മിഡിൽ കൂടെ ഇങ്ങനെ ക്രോസ് വരച്ചില്ലേ, അവിടെ നിന്ന് ഇവിടേക്ക് ഒരു മാർക്ക് കൊടുത്തു, ഇവിടേക്ക് ഒരു മാർക്ക് കൊടുത്തു. ഞാൻ ഈ ടെക്നിക്കാണ് മിഡിലുകൾ കണ്ടുപിടിക്കുക. ഇപ്പം മൊത്തം ഞാൻ ഇത് പാർട്ടീഷൻ ചെയ്തു. എന്നിട്ട് മൊത്തം എത്ര പോയിന്റ്സ് ഉണ്ട്, 8 ആയിട്ട് ഡിവൈഡ് ചെയ്തു ഈ സർക്കിളിനെ. എന്നിട്ട് ഞാൻ ഈ ഒരു റിങ് എടുത്തിട്ട് ഇതിവിടെ വെച്ചിട്ട് ഈ പോയിന്റ്സ് ഇതിൽ മാർക്ക് ചെയ്യാണ്. നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ എടുക്കാം. വീണ്ടും ഞാനിവിടെ എടുക്കാൻ പോകുന്നത് ഈ ഒരു ഡബിൾ ഷെയ്ഡാണ്, ഒരു റെഡും റോസ് ഡബിൾ ഷെയ്ഡ്. എന്നിട്ട് ഞാൻ ഈ ഒരു നീഡിൽ ഈ ഒരു സൂചി ഞാൻ എടുത്തേക്കാണ്. എന്നിട്ട് ഈ സൂചിയിൽ ഇത് ഞാൻ കോർക്കാൻ പോവാണ്. അപ്പോൾ ഈ ഞാൻ നൂല് ഇത് കോർത്തു. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു അറ്റം എടുത്തിട്ടുണ്ടല്ലോ, ഇതിൻ്റെ ഒരു മാർക്കിൽ ഇത് കെട്ടി കൊടുക്കാണ്. ഒരു ബ്ലാക്കിൽ നമ്മളിത് കെട്ടുകൊണ്ട് ഞാൻ കെട്ടാണ്. കെട്ടി കഴിഞ്ഞതിൻ്റെ എന്താ ചെയ്യണമെന്ന് അറിയാം, നമ്മൾ സിസേഴ്സ് എടുത്തിട്ട് ഇത് കട്ട് ചെയ്ത് കളയും. ഇവിടെ കട്ട് ചെയ്തിട്ട് അതവിടെ ഇങ്ങനെ പൊന്തി നിൽക്കില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നീഡിലില്ലേ, ഇതിപ്പോൾ കണ്ടില്ല നിങ്ങൾ നൂല് എങ്ങനെ ആക്കിക്കണത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഇതെടുത്തിട്ട് നമ്മൾ അടുത്തൊരു പോയിന്റിൽ ഈ ബ്ലാക്ക് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിരിക്കണ പോയിന്റിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു നൂല് പുറത്തേക്കാണ് കിടക്കുന്നത്. അതിങ്ങനെ ഉള്ളിലേക്ക് എടുക്കും. ഉള്ളിലേക്ക് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിക്കോടെ ആ നൂലിൻ്റെ ഉള്ളിക്കോടെ ഇങ്ങനെ എടുക്കും പുറത്തോട്ട്. എന്നിട്ട് ഇതിങ്ങനെ വലിക്കും. ആ ഒരു മാർക്കിൽ വെച്ചിട്ട് ഈ ഒരു മാർക്കിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വലിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാം, കണ്ടില്ല, ഇതുപോലെ വരും. ഇതുപോലെ എല്ലാ മാർക്കിലേക്ക് ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ നീഡിലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എടുക്കാം. എന്നിട്ട് ഇത് ഈ ബ്ലാക്ക് ഈ മാർക്ക് ചെയ്തിരിക്കണതിൻ്റെ അവിടെ ബ്ലാക്ക് മാർക്ക് ചെയ്തിരിക്കണതിൻ്റെ അവിടെ ഫിക്സ് ചെയ്യുക. ഇങ്ങനെ എല്ലാ പോയിന്റ്സിലേക്ക് നമ്മൾ എടുക്കാം. എന്നിട്ട് നമ്മൾ തുടങ്ങി അവിടെ തന്നെ നമ്മൾ എത്തിയിരിക്കുകയാണ്. എന്നിട്ട് അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
അവിടെ എത്തിയമ്മ അതുപോലെ തന്നെ ആക്കിയിട്ട് ഇത് അതിൻ്റെ അടുത്തുള്ളതിലേക്കല്ല നമ്മൾ ആക്കേണ്ടത്, അതിൻ്റെ ഇപ്പുറത്ത് രണ്ടാമത്തെ ഇതിലേക്ക് അതിൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് നമ്മൾ ചെയ്ത് അതേപോലെ തന്നെ നമ്മൾ ഈ നൂലിട്ടിട്ട് ഇങ്ങനെ വലിക്കാം. എന്നിട്ട് അത് സെൻറ്ററിൽ അത് ഫിക്സ് ചെയ്ത് കൊടുക്കാം. സെൻറ്ററിൽ അത് ഇട്ടിട്ട് നന്നായി നല്ല ഫിറ്റിൽ ഫിക്സ് ചെയ്യാം. ഇത് നമ്മളിങ്ങനെ വലിച്ച് ഇങ്ങനെ ഒരു കൈ കൊണ്ട് പിടിക്കാം. എന്നിട്ട് വീണ്ടും അടുത്തേക്ക് ഇടാം. ആ ഒരു ഫസ്റ്റിൽ സ്റ്റാർട്ടിൽ തന്നെ എൻ്റെ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ രണ്ടാമത്തേന്ന് തുടങ്ങി, പിന്നെ അടുത്തടുത്ത് ഇതിൻ്റെ സെൻറ്ററിലോട്ട് ഇത് കൊടുക്കുക. നമ്മൾ ഇത്ര നേരം ചെയ്ത ആ ഒരു പ്രോസസ്സ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഒക്കെ സെൻറ്ററിലോട്ട് ഇത് കൊടുക്കുക. ഇതിൻ്റെ സെൻറ്ററിലേക്ക് കൊടുത്തു. ഇതുപോലെ തന്നെ അടുത്തതിൻ്റെയും സെൻറ്ററിലോട്ട് തന്നെ കൊടുക്കുക. അടുത്തതിന് സെൻറ്ററിലോട്ട് തന്നെ നമ്മൾ കൊടുത്തു. ഇതേപോലെ വീണ്ടും ഇത് റൗണ്ട് തന്നെ ചെയ്യാം. എന്നിട്ട് ഈ വീണ്ടും അവിടേക്ക് എത്തുമ്പോൾ നമ്മൾ രണ്ടാമതേക്ക് ആക്കിയതിൻ്റെ ആ ഇതില്ലേ ഇതിൻ്റെ സെൻറ്ററിലോട്ട് എടുക്കാം. നമ്മൾ പെയിൻറ്റ് സെൻറ്ററിലേക്ക് എടുത്തു. എന്നിട്ട് പിന്നെ വീണ്ടും ഇത് പാർട്ടീഷൻ ചെയ്തതിൻ്റെ സെൻറ്ററിലേക്ക് എടുക്കുക. അതായത് ഇത്ര നേരം ഇത് ഒന്നൊരു പോയിട്ട് ഇതിങ്ങനെ ഇതായിട്ട് വന്നില്ലേ, അപ്പോൾ ഇതിൻ്റെ അടുത്ത് തൊട്ടപ്പുറത്തുള്ളതിൻ്റെ സെൻറ്ററിലോട്ട് എടുക്കുക. അപ്പോൾ ഇത് കുഞ്ഞിതായി പോവാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ സെൻറ്ററിലോട്ട് എടുത്തു. ഇങ്ങനെ തന്നെ ഈ പ്രോസസ്സ് ഇങ്ങനെ നമ്മൾ മിഡിൽ എത്തിക്കണ വരെ ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടില്ലേ, ഇതുപോലെ സെൻറ്റർ വരെ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ ഇങ്ങനെ ആക്കി ഒരു ലോട്ടസ് ഫ്ലവർ പോലെ ആയിട്ടുണ്ട്. എന്നിട്ട് ഇത് ഞാൻ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. സെൻറ്ററിൽ ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ട് ഇവിടെ കുഞ്ഞൊരു ഹോള് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഹോളിലോട്ട് നമുക്ക് ഈ നൂല് മാറ്റാണ്ട് തന്നെ നമുക്കൊരു അതിനൊരു വെള്ളൊരു ബീഡ് എടുത്തിട്ട് വെച്ച് കൊടുക്കുകയാണ്. വെള്ള ബീഡ് വെച്ചിട്ട് ഇതിവിടെ ഫിക്സ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു. ഇവിടെ ഇങ്ങനെ ഫിക്സ് ആക്കി ഇതിവിടെ വെച്ച് കട്ട് ചെയ്യാണ്. വീണ്ടും നമ്മൾ സിസേഴ്സ് എടുത്ത് ഇവിടെ ഫിക്സ് ചെയ്യാണ്.
സോറി, ഗം എടുത്തിട്ട് നമ്മളോട് ഫിക്സ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇത് കൊടുത്തിട്ട് നമ്മുടെ റിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഹാങ്ങിങ്സ് വേണം. അപ്പോൾ നമുക്ക് ഞാനൊരു അതിൻ്റെ വയറും ആ ഒരു നമുക്ക് ഇതിലേക്ക് ഇനി ആ തൂവലുകളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ത്രെഡ് എടുത്തേക്കാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കുറച്ച് ഗ്രീനും കുറച്ച് ബ്ലൂ ആണ് എടുക്കുന്നത്. ബ്ലൂ എടുത്തേക്കാണ്. ഇത് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ ഒരു തൂവലുമോ നമ്മൾ ഈ ഗമ്മില്ലേ ഇവിടെ ഇങ്ങനെ കുറച്ച് ആക്കി കൊടുക്കാം. ആക്കി കൊടുത്തിട്ട് ഈ ഒരു ത്രെഡ് എടുത്തിട്ട് ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ആ നൂലും ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഞാനിപ്പോൾ ഒരു 3-4 ഫെദേഴ്സ് വെച്ച് ഒട്ടിച്ചു. എന്നിട്ടൊരു ബീഡ്സ് ആയി ഇട്ടിട്ട് ഇതുമ്മ കെട്ടി. അതുപോലെ തന്നെ ഇവിടെയും ചെയ്തു. ഇതാണ് ഫൈനൽ ഔട്ട്ലുക്ക് വരുന്നത്. ഇതേപോലെ തന്നെ ഞാൻ പല കുഞ്ഞു കുഞ്ഞു ഷേപ്പിലുള്ളത് ഉണ്ടാക്കി. പിന്നെ ഒരു വലുതും മേടിച്ചിട്ടുണ്ടായിരുന്നു. വലുതും അതുപോലെ തന്നെ സെയിം പാറ്റേണിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ ഇതുമ്മ കെട്ടി തൂക്കി. കണ്ടില്ലേ, ഇങ്ങനെ കെട്ടിയിട്ട് ഈ LED ലൈറ്റ് ഞാൻ മേടിച്ചതില്ലേ അത് ഞാൻ ഇതുമ്മ വെച്ച് കെട്ടി കൊടുത്തേക്കാണ്. എന്നിട്ടത് ഓണാക്കിയേക്കാണ്. ഞാൻ ഉണ്ടാക്കിയ ഈ ഡ്രീം ക്യാച്ചർ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇഷ്ടമായെങ്കിൽ.